എത്ര വർഷമായി ഇവിടെ പൊങ്കാല? നമ്മളൊരു 40 ദിവസം 40 ദിവസം. അമ്മ ഇതിലേ നമ്മളെ കൊണ്ടുവന്നപ്പോഴേ ഇതൊരു പുറകാതെ കൊണ്ട് നമ്മൾ അതിനുള്ള സന്തോഷം അറിയുന്നുണ്ട്. എല്ലാ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. എല്ലാ ആഗ്രഹവും സാധിച്ചിട്ടുണ്ട്. അത് 25 വർഷത്തിന് മുമ്പ് എൻ്റെ അമ്മ അവിടെ ഒപ്പിടിച്ചിട്ട് പോയി അവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് പിന്നെ എളുപ്പം നമ്മൾ തമിഴ്നാട്ടിലാണ്. എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ എവിടെയാ പറഞ്ഞത്? നാഗർകോവിൽ. 2 ദിവസം മുമ്പേ വരും. അമ്മ അപ്പോൾ കൊച്ചിലെ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ സങ്കടമുണ്ട്. പക്ഷേ നമുക്ക് സിറ്റുവേഷനിലെ നോക്കാത്തതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ട് കൊണ്ടുവന്നു. ആഗ്രഹങ്ങൾ നമ്മൾ നടന്നിട്ടുണ്ട്. നമ്മുടെ മക്കളൊക്കെ എല്ലാ കല്യാണങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും തോട്ടുമില്ല. ഇതും നമ്മൾ നട പൊങ്കാലിവിടെ നമുക്ക് ഇല്ല നമുക്ക് അടുത്തുള്ള സന്നിധിന് സന്തോഷം കാര്യം പോലെ 35 വർഷം കിട്ടിയ സന്തോഷം കിട്ടും. വേറെന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാണോ? എനിക്കെല്ലാം നല്ലതേ വന്നിട്ടുള്ളൂ. நான் இதுதான் ஃபர்ஸ்ட் டைம் வந்திருக்கோம். எல்லாரும் வரன்னு சொன்னாங்க. இப்போ பார்த்து எனக்கு சந்தோஷமா இருக்கு. இந்த பொங்கால வைபாக்கு எப்படி இருக்கு? நான் பார்க்கறது தான் ஃபர்ஸ்ட் டைம் பார்க்கறதுனால வியப்பா சந்தோஷமா இருக்கு. அம்மா எங்க இருந்து வந்து? തമിഴ്നാട് തൂത്തുക്കുടി മാവട്ടം കോവിൽപ്പടി. ഭക്തിസാന്ദ്രമാണ്. അമ്മയുടെ ഒരു കടാക്ഷത്തിന് വേണ്ടി നമ്മുടെ ജീവിത ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അമ്മയുടെ മുമ്പിൽ നമ്മൾ പൊങ്കാല അർപ്പിക്കുകയാണ്. വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്നതാണ്. ഓരോരുത്തർക്കും നമ്മുടെ ഓരോ കുടുംബത്തിലും നല്ലതും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടണം എന്നുള്ളൊരിതിന് നമ്മൾ ഭക്തിയോടെ വന്നതാണ് ആറ്റുകാൽ പൊങ്കാല. പൊങ്കാലയിടാൻ വന്നിട്ട് എത്ര വർഷമായി? 35 വർഷത്തിൽ കൂടുതൽ പൊങ്കാല ഇടുകയാണ്. വളരെ ചെറുപ്രായത്തിലേ ഇട്ട് തുടങ്ങി. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് വരണം. അപ്പോൾ അതൊക്കെ സാധിച്ചിട്ടുണ്ടോ? കുറേയേറെ സാധിച്ചിട്ടുണ്ട്. ഇനിയും സാധിക്കണം, സാധിച്ചു കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് ആറ്റുകാൽ. അമ്മയുടെ നടയിൽ എപ്പോഴെങ്കിലും പൊങ്കാല ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. എത്ര വർഷമായിരുന്നു? അത് എനിക്ക് തോന്നുന്നു ഒരു 16 വയസ്സ് 17 വയസ്സിലൊക്കെ സന്തോഷമായിരുന്നു. എല്ലാ അനുഗ്രഹങ്ങളോടുകൂടി ഇടാനും പറ്റും. എവിടെ ഇട്ടാലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ വന്ന് കയറുന്നത്. ഏത് സ്ഥലത്ത് ഇട്ടാലും ഭക്തിസാന്ദ്രമായിട്ട് ഇട്ടാൽ മതി. അമ്മ വിളിച്ചാൽ വിളിയേക്കുന്ന തീർച്ചയായിട്ടും ഇടും. ആയുസ്സും ആരോഗ്യം ഉള്ളിടത്തോളം കാലം നമ്മൾ പറ്റുന്ന അമ്മ വിളിച്ചാലേ നമുക്ക് ആറ്റുകാൽ പൊങ്കാല ഇടാൻ പറ്റുള്ളൂ. വിളിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് കായംകുളത്ത് നിന്നാണ് വരുന്നത്. ഇനി ഇടണമെന്നുണ്ട്. ഇത് ആദ്യമായിട്ട് ഇടുക. ഇനി ഇടണമെന്നുണ്ട്. അടുത്ത വർഷം വീണ്ടും ഇടണമെന്നുണ്ട്. ഇടാൻ പറ്റിയാൽ ദേവി അനുഗ്രഹിക്കുവാണെങ്കിൽ ഇടും. ഫസ്റ്റ് ടൈം ഇടും. ആദ്യമായിട്ട് ഇനി വരണമെന്നുണ്ട്. ഉത്സവം അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും. കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മ വന്നിട്ടുണ്ടാകും. ആദ്യമായിട്ടാണ് എല്ലാ വർഷവും വരണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ സാധിച്ചു തരുവാണെങ്കിൽ എല്ലാ വർഷവും. ഞാൻ അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് ആറ്റുകാൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച വന്ന് ദേവിയുടെ പൊങ്കാല ഇടാനൊരു അനുമതി തരണേന്ന് ശരിക്കും പ്രാർത്ഥിച്ചു. ഉത്സവത്തിന് മുന്നായിട്ടാണ് വന്നത്. വന്ന് കണ്ട് നല്ലതായിട്ട് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. ദേവിയുടെ കടാക്ഷത്തിൽ ഇത്രയും നല്ലൊരു സൗകര്യത്തിൽ പൊങ്കാല ഇടാൻ ദേവി അനുവദിച്ചു. ഇനിയും വർഷങ്ങളിൽ ഇതുപോലെ അനുവദിക്കുവാണെങ്കിൽ വരണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ഇപ്പം 3ാമത്തെ വർഷം. എന്താ അനുഭവങ്ങൾ എന്തൊക്കെ? അതായത് നമുക്ക് അമ്മയ്ക്ക് പൊങ്കാല ഇടുമ്പോൾ ഭയങ്കര ഒരു എനർജിയാണ്. ആ ഒരു ഭക്തി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷം കൂടുന്തോറും കൂടുതൽ ഇടണം എന്നൊരാഗ്രഹം, പിന്നെ കൂടുതൽ ഭക്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ വരണം, ദേവീനെ തൊഴണം, വീണ്ടും ഇനി അടുത്ത വർഷത്തിൽ ഇനി ഇടണം എന്നുള്ളൊരു വീണ്ടും ഇട്ടുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി വരും. ഇതിൽ ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ സാധിച്ചു തരും എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ്, ആ ഒരു ഭക്തിയിലാണ് ഞാൻ വരുന്നത്. അമ്മേൻ്റെ ആ അനുഗ്രഹം എനിക്ക് കിട്ടും, ഞാൻ സാധിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അതെനിക്ക് സാധിച്ചു തരാം. അമ്മേൻ്റെ അനുഗ്രഹം ഉണ്ടാകണം, അത് അതിന് നല്ല ആഗ്രഹം. ഇനിയും വർഷങ്ങൾ ഇനി ഓരോ വർഷത്തിലും വീണ്ടും വരണമെന്നാണ്. ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ല വെച്ചെങ്കിൽ അമ്മേൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കണം.